ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജിൻസ് കുര്യാക്കോസ്, കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ITയിലെ MMB ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബെയറിംഗ്സ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബെയറിങ്ങുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Bearings are used to support rotating components and to reduce friction between the static and rolling components. റൊട്ടേറ്റിംഗ് കോമ്പണൻസിനിടയിലെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ റോളിംഗ് കോമ്പണൻസിനെയും സ്റ്റാറ്റിക് കോമ്പണൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ബെയറിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് കോമ്പണന്റുകൾക്കിടയിലെ ഫ്രിക്ഷൻ കുറയ്ക്കുകയും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയതും റോളിംഗ് ആയതുമായ കോമ്പണൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതുമാണ് ഒരു ബെയറിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Following types of bearings are used in automobiles. ഇനി പറയുന്ന ടൈപ്പ് ഓഫ് ബെയറിംഗ്സ് ആണ് നമ്മൾ ഒരു ഓട്ടോമൊബൈലിൽ ഉപയോഗിക്കുന്നത്. ഷെൽ ബെയറിംഗ്, ബുഷ് ബെയറിംഗ്, ബോൾ ബെയറിംഗ്, റോളർ ബെയറിംഗ്, നീഡിൽ റോളർ ബെയറിംഗ്, ടാപ്പർ റോളർ ബെയറിംഗ്. ഈ പറയുന്ന ബെയറിങ്ങുകളൊക്കെയാണ് നമ്മൾ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബുഷ് ബെയറിങ്ങുകളെ കുറിച്ചാണ്. ബുഷ് ബെയറിംഗ്സ്. Bush bearings are made of copper lead alloys, tin aluminum alloys, tin copper alloys. ബുഷ് ബെയറിംഗ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ ലെഡ് ലോഹസങ്കരം അല്ലെങ്കിൽ ടിൻ അലുമിനിയം ലോഹസങ്കരം അതുപോലെ തന്നെ ടിൻ കോപ്പർ ലോഹസങ്കരം, ഈ മൂന്ന് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ ബുഷ് ബെയറിംഗുകളെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. യൂസ്ഡ് ഇൻ ദ സ്മോൾ എൻഡ് ഓഫ് ദ കണക്ടിംഗ് റോഡ്, ക്യാം ഷാഫ്റ്റ്, ഓയിൽ പമ്പ് ഡ്രൈവ് ഷാഫ്റ്റ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കണക്ടിംഗ് റോഡിന്റെ സ്മോൾ എൻഡില്, അതുപോലെ ക്യാം ഷാഫ്റ്റില്, അതുപോലെ തന്നെ ഓയിൽ പമ്പിന്റെ ഡ്രൈവ് ഷാഫ്റ്റിലൊക്കെയാണ് നമ്മൾ ബുഷ് ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. ഈ ബുഷ് ബെയറിങ്ങുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റൽ പീസ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റൽ പീസ് ആണ്. ഈ മെറ്റൽ പീസ് ആണ് നമുക്കൊരു ബെയറിംഗ് സർഫസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെയറിംഗ് സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബെയറിങ്ങുകളാണ് നമ്മൾ ബുഷ് ബെയറിങ്ങുകൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കണക്ടിംഗ് റോഡിന്റെ സ്മോൾ എൻഡില്, അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റില്, ഓയിൽ പമ്പിന്റെ ഡ്രൈവ് ഷാഫ്റ്റിലൊക്കെയാണ് നമ്മളിത് സാധാരണ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബോൾ ബെയറിംഗ്സ്. ബോൾ ബെയറിംഗ്സ് റിഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് പാർട്സ് ടു എ മിനിമം and can take radial as well as axial load. റൊട്ടേറ്റിംഗ് കോമ്പണന്റുകൾക്കിടയിലെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. ഈ ബോൾ ബെയറിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഡിയൽ ആയിട്ടുള്ള ഇതിന് ചുറ്റുമുള്ള ലോഡും അതുപോലെ തന്നെ ആക്സിയൽ ആയിട്ടുള്ള ഈ ബെയറിങ്ങിന്റെ ആക്സിസ് സെൻട്രൽ ആക്സിസിന് നേരെ വരുന്ന ലോഡും താങ്ങാനുള്ള ശേഷിയുണ്ട്. അതാണ് ബോൾ ബെയറിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. റേഡിയൽ ആയിട്ടും അതുപോലെ തന്നെ ആക്സിയൽ ആയിട്ടുള്ള ലോഡും താങ്ങാനുള്ള ശേഷിയുണ്ട്. റേഡിയൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ചുറ്റും വരുന്ന ലോഡിനാണ് നമ്മൾ റേഡിയൽ ലോഡ് എന്ന് പറയുന്നത്. ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലിലൂടെ പോകുന്ന ആക്സിസ് ലൈനിന് നേരെ വരുന്ന ലോഡിനെ ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബോൾ ബെയറിംഗ് നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്? നമ്മൾ ഒരു ഹോളിലേക്ക് ഒരു ഷാഫ്റ്റ് ഇൻസെർട്ട് ചെയ്ത് വെക്കുക. ഒരു പാത്തിലൂടെ നമുക്കൊരു ഷാഫ്റ്റ് കടത്തി വന്നു. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഷാഫ്റ്റ് ബെയറിംഗ് ഇല്ലാതെ ഇൻസെർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെറ്റലുകൾ തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നതിലൂടെ അവിടെ ഹീറ്റ് വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ ഇവയുടെ സ്പീഡും കുറയും. ഫ്രിക്ഷൻ ഉണ്ടാകുന്നതിലൂടെ സ്പീഡും കുറയും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹോളിലേക്ക് ഒരു ബോൾ ബെയറിംഗ് ഇൻസെർട്ട് ചെയ്ത് വെക്കും. ആ ബോൾ ബെയറിംഗിന്റെ ഉള്ളിലെ ഇന്നർ റേസിൽ നമ്മളൊരു ആ ഷാഫ്റ്റ് നമുക്ക് കടത്തിവിടുന്ന ഷാഫ്റ്റ് കടത്തി വിടുന്ന സമയത്ത് ഈസിയായി ഫ്രീ ആയി അത് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അത് മാത്രമല്ല അവയ്ക്കിടയിൽ ഫ്രിക്ഷൻ കുറയുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ബോൾ ബെയറിംഗ് അല്ലെങ്കിൽ ബെയറിംഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് റൊട്ടേറ്റിംഗ് കോമ്പണൻസ് അല്ലെങ്കിൽ രണ്ട് മേറ്റിംഗ് കോമ്പണൻസുകൾക്കിടയിലെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത്. ബോൾ ബെയറിംഗ്സ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്നർ റേസ്, ഔട്ടർ റേസ് ആൻഡ് ബോൾസ്.
ഈ ബോൾ ബെയറിങ്ങുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്കുള്ളിൽ നമുക്ക് ബോൾസ് കാണാൻ സാധിക്കും, മെറ്റൽ ബോൾസ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ബോൾ ബെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്നർ റേസ്. ഉള്ളിൽ കാണുന്ന ഇതിനെയാണ് നമ്മൾ ഇന്നർ റേസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗം, ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു വട്ടത്തിലുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഇന്നർ റേസ് എന്ന് പറയുന്നത്. ഈ ഇന്നർ റേസിന്റെ അകത്താണ് നമ്മൾ ഷാഫ്റ്റ് കടത്തിവിടുന്നത്. അടുത്താണ് ഔട്ടർ റേസ്. ഔട്ടർ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ഔട്ടർ റേസ് എന്ന് പറയുന്നത്. ഈ ഇന്നർ റേസും ഔട്ടർ റേസും റൊട്ടേറ്റിംഗ് ആണ്. എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ ഈസിയാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എവിടെയാണോ ഔട്ടർ റേസ് ആണ് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഔട്ടർ റേസിന്റെ ഉള്ളിലൂടെ ഇന്നർ റേസിലെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതല്ല ഷാഫ്റ്റ് ഫിക്സ്ഡും ഔട്ടർ റേസിലെ ബെയറിംഗ് ആണ്, ഇത് ഔട്ടർ റേസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അതും ഈസിയായി റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ബോൾ ബെയറിംഗുകളെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ അവയ്ക്കുള്ളിൽ ഇതുപോലെ ബോൾസും നമുക്ക് കാണാൻ സാധിക്കും. ദീസ് ബെയറിംഗ്സ് ആർ യൂസ്ഡ് ഇൻ ഗിയർ ബോക്സ്. വാഹനങ്ങളിലെ ഗിയർ ബോക്സിലാണ് നമ്മൾ ബോൾ ബെയറിംഗുകൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. അടുത്തതാണ് റോളർ ബെയറിംഗ്സ്. ഇത് റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് ബട്ട്സ്. മറ്റെല്ലാ ബെയറിങ്ങുകളും പോലെ തന്നെ റോളർ ബെയറിങ്ങുകളും നമ്മൾ റൊട്ടേറ്റിംഗ് കോമ്പണൻസിനിടയിലെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. These bearings can take heavy radial load but no axial load. നമ്മൾ ബോൾ ബെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു റേഡിയൽ ലോഡിനെ കുറിച്ചും ആക്സിയൽ ലോഡിനെ കുറിച്ചും. ഇവ രണ്ടും താങ്ങാനുള്ള ശേഷിയുണ്ട് ബോൾ ബെയറിങ്ങുകൾക്ക്. പക്ഷേ റോളർ ബെയറിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോളർ ബെയറിങ്ങുകൾക്ക് ഹെവി ആയിട്ടുള്ള റേഡിയൽ ലോഡ് താങ്ങാനുള്ള ശേഷിയുണ്ട്. പക്ഷെ ആക്ച്വലി ആക്സിസിന് നേരെ വരുന്ന ലോഡ് താങ്ങാനുള്ള ശേഷി തീരെ ഇല്ല എന്നുള്ളതാണ് റോളർ ബെയറിങ്ങുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. റേഡിയൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചുറ്റും ആക്ട് ചെയ്യുന്ന ലോഡ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്സിസിന് നേരെ ആക്ട് ചെയ്യുന്ന ലോഡിനെ ആക്ഷൻ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ റോളർ ബെയറിങ്ങുകളിൽ നമുക്ക് റേഡിയൽ ലോഡ്, ചുറ്റും വരുന്ന റേഡിയലി ഉള്ള ലോഡാണ് കൂടുതലായും താങ്ങാനുള്ള ശേഷിയുണ്ട്. ഹെവി ആയിട്ട് തന്നെ താങ്ങാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ആക്ച്വലി വരുന്ന ലോഡ് താങ്ങാനുള്ള ശേഷിയില്ല. യൂസ്ഡ് ഇൻ ദ ഫൈനൽ ഡ്രൈവ്, ഫ്ലൈ വീൽ, വാട്ടർ പമ്പ്. ഫൈനൽ ഡ്രൈവിലും ഫ്ലൈ വീലിലും അതുപോലെ തന്നെ വാട്ടർ പമ്പിലൊക്കെയാണ് നമ്മൾ റോളർ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. റോളർ ബെയറിംഗ്സ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്നർ റേസ്, ഔട്ടർ റേസ് ആൻഡ് റോളേഴ്സ്. അതായത് നമ്മൾ ബോൾ ബെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതിന് ഇന്നർ റേസും ഔട്ടർ റേസും ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് റോളർ ബെയറിങ്ങുകൾക്കും ഇന്നർ റേസും ഔട്ടർ റേസും ഉണ്ട്. പക്ഷേ ബോൾസിന്റെ സ്ഥാനത്ത് നമ്മളിവിടെ മെറ്റൽ റോളേഴ്സ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കും. മെറ്റലിന്റെ സോളിഡ് ആയിട്ടുള്ള റോളറുകളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ നമ്മൾ റോളർ ബെയറിങ്ങുകൾ എന്ന് വിളിക്കുന്നത്. നീഡിൽ റോളർ ബെയറിംഗ്സ്. നീഡിൽ റോളർ ബെയറിംഗ്സ് ആർ സിമിലർ ടു roller bearings except that the ratio between the length of the needle roller. അതായത് റോളർ ബെയറിങ്ങും നീഡിൽ റോളർ ബെയറിങ്ങും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. രണ്ടിലും ഉപയോഗിക്കുന്നത് റോളേഴ്സ് ആണ്. പക്ഷേ നീഡിൽ റോളർ ബെയറിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോളറുകളുടെ ഡയാമീറ്ററിന്റെ 4 ഇരട്ടിയായിരിക്കും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ റോളറിന്റെ ഡയമീറ്ററിന്റെ 4 ഇരട്ടി എങ്കിലും ആയിരിക്കും നീഡിൽ റോളർ ബെയറിങ്ങിലെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് റോളർ ബെയറിങ്ങും നീഡിൽ റോളർ ബെയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. റോളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവയുടെ ലെങ്ത് കൂടുതലായിരിക്കും. മിനിമം ഡയമീറ്ററിന്റെ 4 ഇരട്ടിയെങ്കിലും ലെങ്ത് കൂടുതലായിരിക്കും നീഡിൽ റോളർ ബെയറിങ്ങുകൾക്ക്. നമ്മൾ സാധാരണയായി റിയൽ വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ ഡ്രൈവ് ഷാഫ്റ്റിൽ ഉപയോഗിക്കാറുണ്ട്, പമ്പുകളിൽ ഉപയോഗിക്കാറുണ്ട്, കംപ്രസറിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നീഡിൽ റോളർ ബെയറിങ്ങിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നീഡിൽ റോളർ ബെയറിങ്. മെറ്റാലിക് റോളറാണ്, പക്ഷെ നമ്മൾ റോളർ ബെയറിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. ഡയമീറ്ററിനെ അപേക്ഷിച്ച് അതിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടെ വ്യക്തമായിട്ട്.
ഒരു ഡയമീറ്ററിന്റെ ഒരു 4 ഇരട്ടിയിലധികം ലെങ്ത് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും. അടുത്തതാണ് ടാപ്പർ റോളർ ബെയറിങ്സ്. ടാപ്പർ റോളർ ബെയറിങ്സ് ഹാവ് ടാപ്പർ റോളേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലെയിൻ റോളേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കേസിലും പ്ലെയിൻ റോളറാണ്, പ്രത്യേകിച്ച് ഷേപ്പ് ചേഞ്ച് ഒന്നുമില്ല, പ്ലെയിൻ ഫ്ലാറ്റ് ആണ് സർഫസ്, ഇങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഒരേ ഡയമീറ്റർ ആണ്. പക്ഷെ ടാപ്പർ റോളർ ബെയറിങ്ങിൽ നമുക്ക് റോളറിന്റെ ഷേപ്പ് ഒരു ടാപ്പർ ഷേപ്പ് ആയിരിക്കും. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ടാപ്പർ ആയിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കും രണ്ട് സൈഡിലും ഡയമീറ്റർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്തരത്തിലുള്ള ബെയറിങ്ങുകളാണ് നമ്മൾ ടാപ്പർ റോളർ ബെയറിംഗ് എന്ന് പറയുന്നത്. ഇൻ ഓട്ടോമൊബൈൽസ് ദീസ് ബെയറിംഗ്സ് ആർ ജനറലി യൂസ്ഡ് ഇൻ പെയർസ് ആൻഡ് ദീസ് ക്യാൻ ടേക്ക് ആക്ഷൻ ആൻഡ് റേഡിയൽ ലോഡ്. സാധാരണയായി നമ്മൾ ടാപ്പർ റോളർ ബെയറിങ്ങുകൾ പെയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടെണ്ണം സെറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇൻസെർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷ്യൽ ലോഡും റേഡിയൽ ലോഡും താങ്ങാനുള്ള ശേഷിയുണ്ട്. ആക്ഷ്യൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആക്സിസിന് നേരെ വരുന്ന ലോഡ് താങ്ങാനും അതുപോലെ തന്നെ റേഡിയൽ ചുറ്റും വരുന്ന ലോഡും താങ്ങാനുള്ള ശേഷിയുണ്ട് ടാപ്പർ റോളർ ബെയറിങ്ങുകൾക്ക്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതായി കാണുന്ന ടാപ്പർ റോളർ ചെരുവ്, ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ എൻഡിലേക്കുള്ള ഒരു ചെരുവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ബെയറിങ്ങുകളാണ് ടാപ്പർ റോളർ ബെയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യൽ അസംബ്ലിയിലും വീൽ ഹബിലും ഒക്കെയാണ് സാധാരണ ടാപ്പർ റോളർ ബെയറിംഗ് നമ്മൾ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഷെൽ ബെയറിങ്സ്. These are also called shell bearings or sliding function bearings or precision insert bearings. അപ്പൊ എൻജിൻ ബെയറിംഗുകളെ നമ്മൾ 3 പേരിട്ട് വിളിക്കാറുണ്ട്. ഷെൽ ബെയറിംഗ് എന്ന് വിളിക്കും, അതല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫംഗ്ഷൻ ബെയറിംഗ് എന്ന് വിളിക്കും, precision insert bearings എന്നും വിളിക്കും. These are largely used for free rotation of crankshaft, connecting rods and camshaft. ക്രാങ്ക്ഷാഫ്റ്റിന്റെയും കണക്ടിംഗ് റോഡിന്റെയും ക്യാംഷാഫ്റ്റിന്റെയും ഒക്കെ ഫ്രീ റൊട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെൽ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. They provide low frictional area for these shafts to rotate smoothly under different speeds and load. ഡിഫറെന്റ് സ്പീഡിലും ലോഡിലും ഫ്രീ റൊട്ടേഷൻ, ഫ്രിക്ഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള സർഫേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഷെൽ ബെയറിങ്ങുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കും ഒരു സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ഷെൽ ബെയറിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ കണക്ടിംഗ് റോഡിന്റെ ബിഗ് എൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ബെയറിങ്ങുകളാണ്. ക്വാളിറ്റീസ് ഓഫ് എൻജിൻ ബെയറിങ്സ്. ഒരു എൻജിൻ ബെയറിങ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്ന് നോക്കാം. എക്സലന്റ് ഫാറ്റിക് സ്ട്രെങ്ത്, ഫൈൻ എംബഡബിലിറ്റി, സുപ്പീരിയർ സർഫസ് ആക്ഷൻ, ഹൈ ടെമ്പറേച്ചർ സ്ട്രെങ്ത്, അഡിക്വേറ്റ് കറോഷൻ റെസിസ്റ്റൻസ്, ക്വിക്ക് തെർമൽ കണ്ടക്ടിവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഒരു എൻജിൻ ബെയറിംഗിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. ഇനി അവയൊക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഫാറ്റിക് സ്ട്രെങ്ത്. ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മെറ്റലിന്റെ സ്ട്രെങ്ത് സ്വാഭാവികമായും കുറയും. ഇതിനെയാണ് നമ്മൾ ഫാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റിക് സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം നമുക്ക്. The capacity of the bearing to withstand high loading and impact loads without being crushed for reasonable period of life is known as fatigue strength. അതായത് ഹൈ ലോഡിലും ഇമ്പാക്ട് ലോഡിലും ഒക്കെ ക്രഷ് ആവാതെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ട്രെങ്തൻ ആയിരിക്കുന്ന ബെയറിങ്ങുകളുടെ ക്യാരക്ടറിനെയാണ് നമ്മൾ ഫാറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇമ്പാക്ട് ലോഡിലും അതുപോലെ ഹെവി ലോഡിലും അല്ലെങ്കിൽ ഹൈ ലോഡിങ് കണ്ടീഷനിലും മെറ്റലിന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടാതെ ഒരുപാട് കാലം ദീർഘകാലം നിലനിൽക്കാനുള്ള ശേഷിയെയാണ് നമ്മൾ ഫാറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അടുത്തതാണ് എംബഡബിലിറ്റി. The bearing should be able to absorb dirt and metal particles and keep them below their working surface to avoid abrasive wear on the joints. This aspect is called as embeddability. Embeddability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബെയറിംഗ് സർഫസിൽ മെറ്റലിന്റെ പാർട്ടിക്കിൾസും അതുപോലെ ഡേർട്ടും ഒക്കെ വന്നടിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നടിയുന്ന സമയത്ത് ഇത് ജേണലിന് ഡാമേജ് വരാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ഇതിന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ
സർഫസിൽ മറച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ എംബഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡേർട്ട് അല്ലെങ്കിൽ മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ ബെയറിങ്ങിന്റെ സർഫസിൽ വരുമ്പോൾ ഇത് ജേണലിന് ഡാമേജ് ഉണ്ടാകാത്ത രീതിയിൽ ഇതിന്റെ സർഫസിലേക്ക് അടിയിലേക്ക് ചേർത്ത് നിർത്തുന്നതിനെയാണ് നമ്മൾ എംബഡബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് സർഫസ് ആക്ഷൻ. The bearing should have enough self-lubricating properties to withstand metal-to-metal contact between the journal and bearings. ഒരു ബെയറിങ്ങിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. കാരണം നമുക്കറിയാം മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ഉണ്ടാകുന്ന സമയത്ത് ലൂബ്രിക്കേറ്റിംഗ് കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവ പെട്ടെന്ന് ഹീറ്റ് ആവുകയും എക്സ്പാൻഡ് ആവുകയും ചെയ്യും. പ്രോപ്പറായി ലൂബ്രിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ അങ്ങനെ ഹീറ്റ് ആവത്തില്ല, അതുപോലെ എക്സ്പാൻഡ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ സെൽഫായിട്ട് സ്വന്തമായി ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സർഫസ് ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ സർഫസ് ആക്ഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ സ്ട്രെങ്ത്. Bearings are subjected to higher temperature condition during operation, and as the temperature rises, they become softer. The bearing should not become too soft and lose its load carrying strength at operating temperature. നമുക്കറിയാം എഞ്ചിനകത്ത് ഒരുപാട് ഹീറ്റ് ഉത്പാദിപ്പിക്കുന്നു, ടെമ്പറേച്ചർ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ മെറ്റൽസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹീറ്റ് ആകുന്ന സമയത്ത് സോഫ്റ്റർ ആകും. പക്ഷെ ബെയറിങ്ങുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ സ്ട്രെങ്ത് കൂടിയ മെറ്റൽസ് വേണം സെലക്ട് ചെയ്യാൻ. കാരണം ഹീറ്റ് ആവുന്ന സമയത്ത് ഇവയുടെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടെമ്പറേച്ചർ സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആവുന്ന സമയത്തും സോഫ്റ്റർ ആയാലും അതിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെയറിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് ടെമ്പറേച്ചർ സ്ട്രെങ്ത് കൂടുതലായിരിക്കണം. അടുത്തതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. The bearing should quickly conduct the heat through the shell and parent bore to the block and keep its temperature low. Bearing materials are selected in such a way to suit each engine requirements in these areas. അതായത് നമുക്കറിയാം, നമ്മൾ കണക്റ്റിംഗ് ഡോറിന്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ പിസ്റ്റൺ റിങ്ങിന്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞ കാര്യമാണ്. അവിടെയൊക്കെ ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബെയറിംഗ് മെറ്റീരിയലിനും ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത് കടത്തിവിടാനുള്ള ശേഷിയുള്ള മെറ്റീരിയൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ ബെയറിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. ബെയറിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്. ഇത് നമുക്ക് എൻജിൻ ബെയറിംഗുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ടിൻ ബേസ് ബബിറ്റ്, ലെഡ് ബേസ് ബബിറ്റ്, കാഡ്മിയം നിക്കൽ ഓർ സിൽവർ അലോയ്, കോപ്പർ ലെഡ് അലോയ്, അലുമിനിയം അലോയ്, സിൽവർ ലെഡ്. ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ഒരു എൻജിൻ ബെയറിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അവയെ കുറിച്ച് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ടിൻ ബേസ് ബബിറ്റ്. Low fatigue strength, but it has good conformability, embeddability, surface action and corrosive resistance. അതായത് ടിൻ ബേസ് ബബിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഫാറ്റിക് സ്ട്രെങ്ത് കുറവായിരിക്കും, കൺഫോമബിലിറ്റി കൂടുതലായിരിക്കും, എംബഡബിലിറ്റി കൂടുതലായിരിക്കും, സർഫസ് ആക്ഷൻ ആൻഡ് കറോസീവ് റെസിസ്റ്റൻസും നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. ഇതാണ് ടിൻ ബേസ് ബബിറ്റ് ബെയറിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ടേംസ് ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ മനസ്സിലാകുന്നത്. ദിസ് ഈസ് പോപ്പുലർലി യൂസ്ഡ് ഓൺ പെട്രോൾ എഞ്ചിൻ. പെട്രോൾ എഞ്ചിൻ ബെയറിംഗ്സ് ആയിട്ടാണ് നമ്മൾ സാധാരണ ടിൻ ബേസ് ബെബിറ്റ് ഉപയോഗിക്കുന്നത്. അടുത്താണ് ലെഡ് ബേസ് ബെബിറ്റ്. ഇംപ്രൂവ്ഡ് ഫാറ്റിക് സ്ട്രെങ്ത് കമ്പയർ ടു ടിൻ ബേസ് ബെബിറ്റ് ആൻഡ് സിമിലർ ടു ദം ഇൻ അതർ റെസ്പെക്ട്. അതായത് നമ്മൾ പറഞ്ഞു ഫാറ്റിക് സ്ട്രെങ്ത് കൂടുതലാണ്, ടിൻ ബേസ് ബെബിറ്റിനെ അപേക്ഷിച്ച് ഫാറ്റിക് സ്ട്രെങ്ത് കൂടുതലാണ്. പക്ഷെ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ടിൻ ബേസിന്റെ പോലെ തന്നെയാണ്. സർഫസ് ആക്ഷനും കറോസീവ് റെസിസ്റ്റൻസും കൂടുതലാണ്, എംബഡബിലിറ്റിയും അതുപോലെ ഗുഡ് കൺഫോമബിലിറ്റിയും ഉണ്ടായിരിക്കും ലെഡ് ബേസ് ബബിറ്റിന്. സാധാരണയായി നമ്മൾ പെട്രോൾ എഞ്ചിനുകളിൽ തന്നെയാണ് ലെഡ് ബേസ് ബബിറ്റ് ബെയറിംഗ്സും ഉപയോഗിക്കുന്നത്.
അടുത്താണ് കാഡ്മിയം നിക്കൽ ഓർ സിൽവർ അലോയ്. ഇവരുടെ പ്രത്യേകത ഫാറ്റിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, പക്ഷെ കൺഫോമബിലിറ്റി, എംബഡബിലിറ്റി ആൻഡ് സർഫസ് ആക്ഷൻ കുറവായിരിക്കും. പോപ്പുലർലി യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് ഹൈ പ്രഷർ എഞ്ചിനുകളിലാണ് സാധാരണ നമ്മൾ കൂടുതലായും കാഡ്മിയം നിക്കൽ അല്ലെങ്കിൽ സിൽവർ അലോയ്സ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് കോപ്പർ ലെഡ് അലോയ്സ്. സുപ്പീരിയർ ഫാറ്റിക് സ്ട്രെങ്ത് ഈവൻ അറ്റ് ഹയർ ടെമ്പറേച്ചറിലും ഫാറ്റിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. These are improved by overlaying tin coating or tin base microbeadic surface. അതായത് ഈ കോപ്പർ ലെഡ് അലോയ് ബെയറിങ്ങുകളിൽ നമ്മൾ ഒരു ലെയർ നമ്മൾ ടിൻ കോട്ടിങ്ങോ അല്ലെങ്കിൽ ടിൻ ബേസിന്റെ കോട്ടിങ്ങോ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആൻഡ് പോപ്പുലർലി യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് ഡീസൽ എഞ്ചിനിലാണ് നമ്മൾ കൂടുതലായും കോപ്പർ ലെഡ് അലോയ്സ് ഉപയോഗിക്കുന്നത്. അടുത്താണ് അലുമിനിയം അലോയ്. അലുമിനിയം അലോയ് എക്സൽസ് വിത്ത് റെസ്പെക്ട് ടു ഫാറ്റിക് സ്ട്രെങ്ത്, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, കറോഷൻ റെസിസ്റ്റൻസ് ആൻഡ് ഫ്രീഡം ഫ്രം സ്കോറിംഗ് ടെൻഡൻസീസ്. അപ്പോൾ ഫാറ്റിക് സ്ട്രെങ്ത് ഉണ്ട്, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കോറിംഗ് ടെൻഡൻസി കുറവായിരിക്കും അലുമിനിയം അലോയ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബെയറിംഗുകൾക്ക്. In case of seizure, only bearing get affected and journals are saved from scoring when aluminum bearings are used. അതായത് എൻജിൻ സീസ് ആകുന്ന അല്ലെങ്കിൽ ബെയറിംഗ് സീസ് ആവുന്ന സമയത്ത്, ഉരുക്കി പിടിക്കുന്ന സമയത്ത് ഒരിക്കലും ജേണൽസിനെ ഇത് അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും അലുമിനിയം അലോയ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരിക്കലും ജേണൽസിൽ ഉരുക്കി പിടിക്കില്ല. അത് ഈസിയായി നമുക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അലുമിനിയം അലോയ് സീഷർ ആവുകയാണെങ്കിൽ, ഉരുക്കി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജേണലിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിക്കില്ല. അതൊരു അലുമിനിയം അലോയ് ബെയറിങ്ങുകളുടെ പ്രത്യേകതയാണ്. പക്ഷെ എംബഡബിലിറ്റി പോറായിരിക്കും. ഇംപ്രൂവ്ഡ് ഹാർഡനിങ് ഓഫ് ദ ജേണൽ ഈസ് നെസസറി. അപ്പോൾ ജേണലിന്റെ ഹാർഡ്നെസ് കൂടുതൽ വേണം അലുമിനിയം അലോയ്സ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എംബഡബിലിറ്റി കുറവായതുകൊണ്ടാണ്. അടുത്തതാണ് സിൽവർ ലെഡ് ബെയറിംഗ്സ്. ദീസ് അലോയ്സ് ഹാവ് ദ ഗ്രേറ്റസ്റ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ബട്ട് prohibitively expensive. Limited to aeronautical purpose, where the factors of great importance, embeddability is poor with these alloys. അതായത് സിൽവർ ലെഡ് ബെയറിംഗ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എയറോനോട്ടിക്കൽ എഞ്ചിനുകളിലാണ് സിൽവർ ലെഡ് ബെയറിംഗ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എയറോനോട്ടിക്കലിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നത്, മറ്റു വാഹനങ്ങളൊന്നും നിലവിൽ ഉപയോഗിച്ച് വരുന്നില്ല. ഇതിന്റെ എംബോഡബിലിറ്റി എന്ന് പറയുന്നത് പൂവർ ആയിരിക്കും സിൽവർ ലെഡ് ബെയറിംഗ്സ്. പക്ഷെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അടുത്താണ് ബെയറിംഗ് സ്പ്രെഡ് ആൻഡ് ക്രഷ്. ആദ്യം ബെയറിംഗ് സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. The end of the bearing are slightly wider than the bore of the rod or cap into which the bearing is fitted. അതായത് നമുക്ക് ഏത് സർഫസിലാണോ ഏത് ബോറിലാണോ ബെയറിംഗ് ഫിറ്റ് ചെയ്യേണ്ടത് ആ സർഫസുമായി ഇതിന്റെ ഡയമീറ്ററിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. കുറച്ച് അധികമായിരിക്കും ബെയറിംഗിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ബെയറിംഗ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ബോറിന്റെ ഡയമീറ്ററിനേക്കാൾ ബെയറിംഗിന്റെ ഡയമീറ്റർ കുറച്ച് അധികമായിരിക്കും. ഇതിനെയാണ് നമ്മൾ ബെയറിംഗ് സ്പ്രെഡ് എന്ന് പറയുന്നത്. When the bearing is being pushed into the big end gap or into the connecting rod, it will snap into the place and the spread of the bearing will keep it there. അതായത് നമ്മൾ കണക്ടിങ് റോഡിന്റെ ബിഗ് എൻഡിലോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിലോ ഒക്കെ ഇതിനെ ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒന്ന് കംപ്രസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഇൻസെർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയമീറ്റർ അല്പം കൂടുതലായതുകൊണ്ട് തന്നെ ഇത് അവിടെ ലോക്കായിട്ട് സ്റ്റഡി ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബെയറിംഗ് സ്പ്രെഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തില് ഇതിവിടെ ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്തിന്റെ ഈ കാണുന്ന ഭാഗമാണ് ആക്ച്വൽ ബോറിന്റെ ഡയമീറ്റർ. ഈ പുറത്തേക്ക് നിൽക്കുന്നതാണ് സ്പ്രെഡ് ഓഫ് ദ ബെയറിംഗ്. ഇവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഡയമീറ്റർ. പക്ഷെ ഇതിന്റെ ഔട്ടർ എൻഡ് അല്ലെങ്കിൽ പുറത്തെ അറ്റം മാത്രം കുറച്ച് വൈഡർ ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മൾ കംപ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് സീറ്റിംഗ് ആയിട്ട് നിൽക്കുക, ലോക്കായി നിൽക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ബെയറിംഗ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സാധാരണ മെയിൻ ബെയറിംഗ്സിലാണെങ്കിൽ 0.005 ഇഞ്ച് മുതൽ 0.020 ഇഞ്ച് വരെയാണ് നമ്മൾ സ്പ്രെഡ് കൊടുക്കാറ്. കണക്ടിംഗ് റോഡ് ബെയറിംഗ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ
0.20 ഇഞ്ച് സ്പ്രെഡാണ് സാധാരണ കൊടുക്കാറ്. അപ്പോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്ററിൽ ആ ബോറിൻ്റെ ഡയമീറ്ററിനേക്കാൾ ലേശം ഡയമീറ്റർ കൂടുതലായിരിക്കും ബെയറിങ്ങിൻ്റെ ഈ എൻഡിലെ ഡയമീറ്റർ. ഇതിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. സാധാരണ 0.005 ഇഞ്ച് മുതൽ 0.020 ഇഞ്ച് വരെയൊക്കെയാണ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രോപ്പറായി സീറ്റായി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഈ സ്പ്രെഡ് കൂടാൻ പാടില്ല ഒരിക്കലും. ഈ പറഞ്ഞ ലിമിറ്റിനുള്ളിലായിരിക്കണം. സ്പ്രെഡ് കൂടുകയാണെങ്കിൽ അതൊരു ബെയറിങ്ങിന്റെ ഫെയിലിയർ ആണ്. അതാണ് ബെയറിംഗ് ക്രഷ്. The bearing crush or nip is the gap between the halves of the bearing housing after the bearing has been inserted and the housing properly tightened. അതായത് ഹൗസിംഗ് പ്രോപ്പറായി ടൈറ്റ് ചെയ്ത് ഇതിനകത്ത് ബെയറിംഗ് ഇൻസെർട്ട് ചെയ്ത് വെച്ച് കഴിയുന്ന സമയത്ത് ഈ ഹൗസിങ്ങിന്റെ പുറത്തേക്ക് ഇതുപോലെ കുറച്ച് ചെറിയൊരു പൊങ്ങി നിൽക്കുന്നതിനാണ് നമ്മൾ ബെയറിംഗ് ക്രഷ് എന്ന് പറയുന്നത്. അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ ബെയറിംഗ് ക്രഷ് എന്ന് പറയുന്നത്. നമ്മളൊരു ഹൗസിങ്ങിൽ ബെയറിംഗ് ഇറക്കി വെക്കുന്ന സമയത്ത്, സ്പ്ലിറ്റ് ബെയറിംഗ് ഇറക്കി വെക്കുന്ന സമയത്ത് ആ ഹൗസിങ്ങിൽ നിന്ന് ഒരു കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കും. അതിനെയാണ് നമ്മൾ ബെയറിംഗ് ക്രഷ് എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ സാധിക്കും 0.004 ഇഞ്ച് ടു 0.008 ഇഞ്ച് വരെയാണ് ബിഗ് എൻഡ് ബെയറിംഗിന് നമ്മൾ ബെയറിംഗ് ക്രഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻജിൻ ബെയറിംഗുകളെ കുറിച്ചും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസിലെ മറ്റു ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ബെയറിംഗുകളെ കുറിച്ചാണ്. ബെയറിംഗുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് റൊട്ടേറ്റിംഗ് കോമ്പണൻസിനിടയിലെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബോൾ ബെയറിംഗ് ഉണ്ട്, ഷെൽ ബെയറിംഗ് ഉണ്ട്, അതുപോലെ ടാപ്പർ റോളർ ബെയറിംഗ് ഉണ്ട്, റോളർ ബെയറിംഗ് ഉണ്ട്, നീഡിൽ ബെയറിംഗ് ഉണ്ട്. അവയുടെ ഫങ്ഷൻസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.